ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് 2 മണി പ്ലാന്റ്സ് അല്ലെങ്കിൽ പോത്തോസിന്റെ വള്ളികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഇടയ്ക്ക് പറമ്പിൽ പുല്ലൊക്കെ വളരുന്ന സമയത്ത് അത് ഇങ്ങനെ കൊത്തിയിട്ട് ഒരു കുഴിയാക്കി ആ പുല്ലുകളൊക്കെ അതിലിട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണും ഇട്ട് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നീട് കുമ്മായം ഇട്ട് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ തന്നെ വെച്ചേക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ട് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല ബാക്ടീരിയാസ് ഒക്കെ അതിൽ വരുന്ന സമയത്താണ് പോട്ടിംഗ് മിക്സിനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പോത്തോസ്. സാറ്റിൻ പോത്തോസ് എന്നാണ് ഇതിന്റെ പേര്. ഇനി ഒരു വെറൈറ്റിയും കൂടി ഉണ്ട്. ഇത് രണ്ടും കൊടുത്തയച്ചിട്ടുള്ളത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഷിജിനെയാണ്. ആ മണ്ണ് കൂടാതെ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചറാണ് ഈ കാണുന്നത്. അതും കൂടി ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള പോത്തോസിന്റെ വെറൈറ്റീസ് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. പോത്തോസിന് പൊതുവേ അധികം വളങ്ങളൊന്നും ആവശ്യമില്ല. മെയിൻ്റനൻസ് ഒക്കെ കുറവുള്ള ഒരു വള്ളിയാണ് ഈ പോത്തോസ്. പെട്ടെന്ന് വളരും ചെയ്യും. ഞാനങ്ങനെ മിക്സ് ചെയ്തിട്ട മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ മണ്ണീര ഇതിൽ കാണുന്നത്. അപ്പോൾ മണ്ണീരുള്ള മണ്ണാണ് ഏറ്റവും പോഷകമുള്ള മണ്ണ്. ഇപ്പൊ അധിക സ്ഥലങ്ങളിലും ഈ തൂവമുള്ള മണ്ണ് നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റുന്നില്ല. ഞാൻ അധികം ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സ്ലറി ഇതൊക്കെയാണ്. പിന്നെ അതിൽ നിന്നുള്ള ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹാങ് ചെയ്യാനുള്ള പോട്ടിലേക്ക് ഞാൻ ഈ മണ്ണ് മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 1/4 ഭാഗം മണ്ണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നീട് പ്ലാന്റ് ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ച് മേലെ വിതറി കൊടുക്കുകയും ചെയ്യും. ഈ വള്ളികൾ ഞാൻ ഇനി കുറെ പീസസ് ആയിട്ട് കട്ട് ചെയ്യാണ്. എന്നാലേ നല്ല ബുഷി ആയിട്ട് ആ പോട്ടിൽ വളർന്നു വരുള്ളൂ. അപ്പോൾ അതിന്റെ നോട്സ് നിന്ന് കുറച്ച് താഴെയായിട്ട് അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ഇല വരുന്ന ഭാഗത്തിന്റെ നോട്സ് എന്ന് പറയുന്നത് അതിന് കുറച്ച് താഴെയായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഓരോ ശിഖയിൽ നിന്നും ഒരു കൊമ്പിൽ നിന്നും ഒരുപാട് വള്ളികൾ പൊട്ടി മുളയ്ക്കും. അപ്പോൾ അങ്ങനെ മുളയ്ക്കുമ്പോഴാണ് നമ്മുടെ പോട്ട് നല്ല നിറഞ്ഞ് നിൽക്കുക. അപ്പം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിന്റെ നോട്സിൽ നിന്ന്. എന്നിട്ട് ഓരോ കൊമ്പായിട്ട് അതിൽ വെച്ചിട്ട് 2 വിരൽ സൈഡ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുകയാണ്. എന്നാൽ അത് നല്ല വേര് പിടിക്കാനായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള തണ്ടുകളും അതുപോലെ തന്നെ ഞാൻ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിയോൺ പോത്തോസ് വെറൈറ്റിയിലുള്ളൊരു വള്ളിയാണ് മറ്റേത്. അതുകൂടി ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിയോണിൻ്റെ വലിയ ഇല വട്ടമായിട്ടുള്ള ഇലയാണ് എൻ്റെ കയ്യിലുള്ള പോത്തോസ്. ഇത് കുറച്ചുകൂടി നീളത്തിലുള്ള ലീഫാണ്. പക്ഷെ ചെറിയൊരു പിങ്കിഷ് നിയോണാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള ഫുൾ നിയോണാണ്. അപ്പോൾ രണ്ടും നല്ല ചേഞ്ച് ഉണ്ട് കാണാനായിട്ട്. അപ്പം ഇത് ഒരുപാട് ഭംഗിയുള്ള ഒരു നിയോൺ വെറൈറ്റിയാണ്. അപ്പോൾ ഇതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പോത്തോസിൽ ഏറ്റവും സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിയോൺ പോത്തോസ് ആണ്. അത് ബുഷിയായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ഒരുപാട് ശിഖരങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു നിയോൺ പോത്തോസിന് കാണാൻ ഒരുപാട് ഭംഗിയാണ്. അപ്പോൾ ആ സൺലൈറ്റിൽ ആ ഒരു സണ്ണിൻ്റെ റേസ് ഒക്കെ ചെറുതായിട്ട് ഷെയ്ഡി ഭാഗത്താണ് നമ്മളിത് വെക്കുന്നതെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ റേസ് ഒക്കെ വന്ന് തട്ടുന്ന സമയത്ത് നിയോണിന് ഒരു പ്രത്യേക തിളക്കം ഉണ്ടാവും. ഇനി 2 പ്ലാന്റ്സും നട്ട് കഴിഞ്ഞിട്ട് ഇതിന് നനച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ലീഫിലൂടെയൊക്കെ നന്നായിട്ട് അതിന് മേലെ നനച്ചു കൊടുക്കുകയാണ്. പോത്തോസിൻ്റെ ചട്ടികൾ ഞാൻ മതിലിൻ്റെ മേലെയായിട്ടാണ് കുറേയൊക്കെ വെച്ചിരുന്നത്. അപ്പം അത് മതിലിൻ്റെ മേലിൽ നിന്ന് ഇപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലേക്കൊക്കെ വേര് പടർന്നിട്ട് ഒരുപാട് മതിലിൻ്റെ മേലെ മുഴുവനായിട്ട് നല്ല ഭംഗിയിൽ ഫുൾ പോത്തോസിൻ്റെ ചെടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മുറ്റം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവരതൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ കൂട്ടത്തിൽ അതെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോട്ട്സൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതുപോലെ പോട്ടിങ് ചെയ്തിട്ട് ഇനിയും രണ്ടാമതും അവിടെയൊക്കെ പിടിപ്പിക്കണം. ഇനി നമുക്ക് വീട്ടിലുള്ള 3-4 വെറൈറ്റീസ് പോത്തോസ് നമുക്ക് കാണാം. ഇത് ഒരു വെറൈറ്റി മഗ് പ്ലാന്റ് ആണ്. ഇത് ഡാർക്ക് ഹാർട്ടാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ പേര്. ഇത് നിയോൺ പോത്തോസ്. ഇതിൻ്റെ ഇലകൾ കുറച്ചുകൂടി വട്ടം കൂടുതലായിട്ടുണ്ട്. ഇത് എൻജോയ് പോത്തോസ് ആണ് ഇതിൻ്റെ പേര്. ഇത് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി ചട്ടിയിലേക്ക് നടണം. ഇതിൻ്റെ പേര് ഗ്ലോബൽ ഗ്രീൻ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യണേ. ഇത് മാർബിൾ പോത്തോസ് ആണെന്നാണ് തോന്നുന്നത്. കാരണം മാർബിളിൻ്റെ പോലെ ഒരു കളേഴ്സ് അതിൽ ഇങ്ങനെ വരുന്നുണ്ട്.
ഇനി നേരത്തെ പറഞ്ഞ മതിലിന്റെ മേലെയുള്ള പോത്തോസൊക്കെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞില്ല. അതിലൊന്ന് മാത്രം ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. കാരണം അതിന്റെ ഭംഗി കാരണം അത് നല്ല വലിയ നിയോൺ പോത്തോസ് തന്നെ നല്ല വലിയ ഇലയായിട്ട് മാറിയിട്ടുണ്ട്. വേര് നമ്മുടെ മതിലിന്റെ മേലെയാണ് അതിന്റെ വേര് പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ എന്റെ നിയോൺ പോത്തോസിന്റെ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.